ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻസി സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര മൂന്നാർ വഴി വട്ടവടയിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്യാപ്പ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഗ്യാപ്പ് റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലാക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കണ്ട് തന്നെ മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ഒരു ഫീൽ എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നേരെ പെരിയകനാൽ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഈ മൂന്നാർ പോകുന്ന റോഡ് സൈഡിൽ തന്നെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. മൂന്നാർ വരുന്ന ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ പെരിയകനാൽ വാട്ടർഫോൾസ്. അടിപൊളിയാണ് ഇവിടെ നിൽക്കാനും അതുപോലെ ആ വ്യൂ കാണാനും. അതുപോലെ ഈ വാട്ടർഫോൾസിനോട് ചേർന്ന് ചെറിയ ചെറിയ കടകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പെരിയകനാൽ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പിന്നെ അടിപൊളി ഒരു വ്യൂ കണ്ടു കേട്ടോ. കാണുന്ന വ്യൂകളൊന്നും മിസ് ചെയ്യുന്നില്ല. ഞങ്ങളെല്ലാം വണ്ടി നിർത്തി കണ്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ദേണ്ടേ വന്നു നമ്മുടെ മുന്നിലേക്ക് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. അപ്പോൾ ഈ ബസ് നിർത്തിയിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയിൽ കള്ളൻ ഗുഹയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ആളുകൾ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് മലയിൽ കള്ളൻ ഗുഹ. ഒരു ചെറിയ ഗുഹയാണ്. ആ ഒരു ഗുഹയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബസ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഗുഹയിലെ കാഴ്ചകൾ തന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ബസ്സിലുള്ള ആളുകളെല്ലാം അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഗുഹയാണ്, ഒത്തിരി പേർക്ക് ഒരുമിച്ചൊന്നും കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വട്ടവട ആയതുകൊണ്ടും നമ്മൾ പിന്നെ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. നേരെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ടോളിലേക്കാണ് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഒത്തിരി ടീ എസ്റ്റേറ്റുകളും ടീ ഗാർഡനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളും ധാരാളം ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ മൂന്നാർ ടൗണിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും മൂന്നാർ ടൗണിൽ ഒരു ക്രൗഡാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി കയറി അവിടെ നിന്ന് ഒരു റിപ്പിൾ ടീയുടെ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റിയ വേറെയും പല സ്പോട്ടുകളുണ്ട് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അതുപോലെ റോസ് ഗാർഡൻ, ഇങ്ങനെ പല സ്പോട്ടുകളും കാണാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വട്ടവട എത്തേണ്ടത് കൊണ്ട് എത്രയും പെട്ടെന്ന് എത്തത് കൊണ്ട് നമ്മളതൊന്നും വിസിറ്റ് ചെയ്യാണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ മാത്രം നമുക്കൊരു ദിവസം ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പം മൂന്നാർ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മളങ്ങനെ സഞ്ചരിച്ചത് ആ മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാട്ടുപ്പെട്ടി ലേക്ക് വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ യൂക്കാലി മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സഞ്ചരിച്ചത് എലിഫൻറ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ആനേനെ കാണാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചാല കേട്ടോ. പക്ഷെ ഇതാ കറക്റ്റ് അവിടെ നമ്മൾ ചെന്നപ്പം ആനകളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്. പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ ചെറിയ ചെറിയ കടകൾ കാണാം കേട്ടോ. അപ്പം പലതരത്തിലുള്ള എല്ലാ വസ്തുക്കളും തന്നെ ഇവിടെ കിട്ടുമെന്ന് പറയാം. അങ്ങനെ എല്ലാത്തിൻ്റെയും കടകൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല 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 ഫുഡുകൾ അവിടെയുള്ള നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എക്കോ പോയിൻറ്റിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൽ തന്നെ വന്നെന്നൊന്നുമില്ല, ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഒരു പരിസരത്ത് മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞുള്ള ആ ഒരു പരിസരത്ത് നമ്മൾ എവിടെ നിന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പോയിൻറ്റിൽ എവിടെ നിന്ന് സംസാരിച്ചാലും നമുക്ക് നമ്മുടെ ആ ശബ്ദം തിരിച്ചു വരുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും എക്കോ പോയിൻറ്റ് ഭയങ്കര രസമാണ് കേട്ടോ. മൂന്നാർ വരുന്ന ആൾക്കാരും മിസ് ചെയ്യരുതെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ എക്കോ പോയിൻറ്റ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വട്ടവടയ്ക്കാണ് കേട്ടോ. അപ്പം വട്ടവടയിലെ കാഴ്ചകളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ.